Good afternoon. Good afternoon. കേക്കല്ലേ നിങ്ങള്? എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എളുപ്പമായിരുന്നോ? എക്സാം എളുപ്പമായിരുന്നോ? എന്താണ് ആരും റിപ്ലൈ ഒന്നും പറയാത്തെ? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, രചിത മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ലായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെയോ? നിഷ, അക്ഷര, സൂര്യ ഒക്കെ ആയിരുന്നോ എക്സാം? ബുദ്ധിമുട്ടായിരുന്നോ? ആ, കുറച്ചു പേരൊക്കെ തമ്പിടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്കിപ്പോ എന്തായാലും നമുക്ക് എക്സാം എങ്ങനെ എഴുതാം ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടി അല്ലേ? എക്സാം ഇപ്പൊ നമുക്ക് ചിലർക്കൊക്കെ ചിലത് ടെൻഷൻ അടിച്ചിട്ട് ചിലപ്പോ എന്താ ഓപ്ഷൻ മാറിപ്പോയവരുണ്ടാകാം അല്ലെ? അറിയായിരിക്കും ചിലപ്പോ എക്സാമിന്റെ ഒരു ടെൻഷനും കൊണ്ടേ അങ്ങനെ ചിലപ്പോ ഓപ്ഷൻ മാറി അങ്ങനെ മാർക്ക് കുറഞ്ഞതായിരിക്കാം. എന്തായാലും ഓക്കെ, സാരില്ല, നമുക്കൊരു എക്സ്പീരിയൻസ് ആയല്ലോ. ഇനിയിപ്പോ അടുത്ത എക്സാമിന് നമുക്ക് പേടിക്കണ്ടല്ലോ. എക്സാം ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ഒരു എക്സാം എഴുതിയതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ആരോടും ടെൻഷൻ അടിക്കണ്ട, എക്സാം ഒന്നും കുഴപ്പമില്ല, സ്മൂത്ത് ആയിരിക്കും. പിന്നെ എന്താ പറയാ, അപ്പൊ ഇനിയിപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആ എക്സാം കഴിഞ്ഞോടുകൂടി ഒരു ഐഡിയ കിട്ടിയല്ലോ, ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. യെസ്. അപ്പൊ അടുത്തത് നമ്മളപ്പോ എക്സാമിന് ഇവിടെ വരെ പറഞ്ഞത് പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം, അതിന്റെ 3rd പോയിന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ? പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം എന്തൊക്കെയായിരുന്നു? പർപ്പസ് ആപ്ലിക്കേഷൻ ഫോമിന്റെ ആവശ്യം പ്രൊവൈഡ് പ്രിസൈസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ ടു പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ദ ആപ്ലിക്കൻസ്. റിസൾട്ട് വരൂ കേട്ടോ. ഓക്കെ, ടു ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റർവ്യൂ, ഒരു ഫലപ്രദമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഇന്റർവ്യൂ സുഗമമാക്കുന്നതിന്. 4ാമത്തെ പോയിന്റ് ആണ് വെരിഫിക്കേഷൻ. 4th പോയിന്റ് അല്ലേ നമുക്ക് ഇനി എടുക്കണ്ടേ? വെരിഫിക്കേഷൻ അവിടെ മുതലല്ലേ എടുക്കേണ്ടത്? ഓക്കെ, യെസ്, വെരിഫിക്കേഷൻ. ഇനി എന്തിനാണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ, an employment application form differs from the resume as it is a legal document signed by applicants to certify that the true and correct information is provided by them. എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം നമ്മള് റെസ്യൂമിൽ നിന്ന് വ്യത്യാസമായിരിക്കും അല്ലെ? നിങ്ങൾക്ക് അറിയാം, റെസ്യൂം ഡാറ്റ നമ്മള് റെഡിയാക്കുന്നതാണ്, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് അല്ലെ? എന്നാൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് ഉണ്ടായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഓൾറെഡി അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ അത് ഓരോന്ന് വായിച്ച് അതിന് ആൻസർ ചെയ്താൽ മതി. റെസ്യൂം എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാ, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമ്മളാണ് അത് ചെയ്യുന്നത്. അപ്പോ ഒരു എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം റെസ്യൂമിൽ നിന്ന് വ്യത്യാസമുണ്ട്. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ്, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, സൈൻഡ് ബൈ ദ ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസ് സൈൻ ചെയ്തിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ടു സർട്ടിഫൈ ദാറ്റ്, എന്താണ് നമ്മൾ സൈൻ ചെയ്യുന്നത്? എന്ത് വെച്ചിട്ടാ? ടു certify that the true and correct information is provided by them. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിവരങ്ങളും എന്താ ശരിയായിട്ടുള്ളതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ സൈൻ ചെയ്യും. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ടില്ലേ? അതിന്റെ ലാസ്റ്റില്ലേ സിഗ്നേച്ചർ ഇല്ലേ? ഫിൽ ചെയ്യുന്ന ആള് കാൻഡിഡേറ്റ്സ് അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞൊരു സൈൻ ചെയ്യണം അവിടെ അല്ലെ? A paragraph on most application form provide a warning that omission or false information on the form may result in the application being rejected or to the employee being fired. ഇനി എന്താ? അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഫോം നമുക്കൊരു വാർണിംഗ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഒമിഷൻ ഓർ ഫോൾസ് ഇൻഫർമേഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങള് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാല് ഇത് തെറ്റാണെങ്കിൽ എന്താ അതിന്റെ റിസൾട്ട് എന്താണ്? ആപ്ലിക്കേഷൻ ബീങ് റിജക്റ്റഡ്. അപ്പൊ ആ ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യും. അവര് വെരിഫിക്കേഷൻ ഒക്കെ നടത്തുമ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങള് അതൊക്കെ ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം റിജക്ട് ചെയ്യുന്നു. ഓർ ദ എംപ്ലോയി ബീങ് ഫയർഡ്, എംപ്ലോയിനെ പുറത്താക്കുന്നു. ഇപ്പൊ ജോലിയൊക്കെ നമ്മൾ നുണയൊക്കെ പറഞ്ഞ് ആപ്ലിക്കേഷൻ ഫോം ഫില്ലൊക്കെ ചെയ്ത് ജോലിക്ക് കയറി കഴിഞ്ഞ് പിന്നെ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ എന്താണ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് നമ്മളെ പുറത്താക്കാം. അങ്ങനെ ഒരു വാണിംഗ് കൂടി അതിനകത്ത് പറയുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ രേഖപ്പെടുത്തിയത് എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞ് സൈൻ ചെയ്യും. എന്തെങ്കിലും കാരണത്താൽ തെറ്റാണെന്ന് അല്ലെങ്കിൽ അത് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കറക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഫില്ല് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഓക്കെ, അങ്ങനെ ഒരു വാണിംഗ് കൂടി ആപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. In addition, application form may contain the statement giving hiring employers permission for examining records. ഇനി ഇത് കൂടാതെ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗിവിംഗ് ഹയറിംഗ് എംപ്ലോയേഴ്സ് പെർമിഷൻ ഫോർ എക്സാമിനിങ് റെക്കോർഡ്സ് പരിശോധിച്ചുകൊണ്ട് എംപ്ലോയീസിനെ നിയമിക്കാനുള്ള ഒരു പെർമിഷൻ നൽകുന്നു. കണ്ടക്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനുള്ളത്, ഓർ ക്രെഡിറ്റ് ചെക്സ് ആൻഡ് എക്സാമിനിങ് കോണ്ടാക്ട് റെഫറൻസസ് ആൻഡ് പ്രീവിയസ് എംപ്ലോയേഴ്സ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റും കൂടി ആപ്ലിക്കേഷൻ ഫോമിൽ ഇതിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാട്ടോ. Application form is a legal document signed by the applicants. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ application form provide the warning that the omission for false information or from may result in the application being rejected or employee being fired. അത് അണ്ടർലൈൻ ചെയ്തിടാട്ടോ. അടുത്ത സെന്റൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്തോ. ആപ്ലിക്കേഷൻ ഇൻ അഡീഷൻ, അതിന്റെ ഒപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് കണ്ടന്റ് ഇൻ ആപ്ലിക്കേഷൻ ഫോം. ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ കണ്ടന്റാ ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? Information is generally required on the following items in the application form. ആപ്ലിക്കേഷൻ ഫോമിൽ ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, സാധാരണയായിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തെയാണ് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ഒന്നാമത്തെ എന്താ? ആപ്ലിക്കേഷൻ ഫോമിലുള്ള കണ്ടന്റ് എന്താ? പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. This includes the information regarding the candidate's name. അപ്പൊ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വരുന്നത്? കാൻഡിഡേറ്റ്സിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കറസ്പോണ്ടൻസ്, കത്തിന്റെ അഡ്രസ് ഇല്ലേ, അഡ്രസ് കാര്യങ്ങളൊക്കെ ആയിട്ട്, പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ്, മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ, സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ, നാഷണാലിറ്റി, പേരൻസ് നെയിം ആൻഡ് ദെയർ ആനുവൽ ഇൻകം, പേരൻസിന്റെ പേര്, അവരുടെ ആനുവൽ ഇൻകം വരുമാനം, നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ്, നമ്മുടെ നോമിനി കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ നമ്മുടെ ആശ്രിതര് അവരുടെ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ഈ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് ഡാഷ്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നോക്കാം. This give the information to the management about the candidates. ഈ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇതെന്താ? മാനേജ്മെന്റിന് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു അല്ലെ? മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ഫോം അത് നമ്മളെ ആപ്ലിക്കേഷൻ ഫോമില് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അത് നോക്കിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിന്റെ പേര്, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഈ മാനേജ്മെന്റിന് ഈ ആപ്ലിക്കേഷൻ ഫോം നൽകുന്നു. Then status of his family, പിന്നെ അതുപോലെ തന്നെ ഫാമിലി സ്റ്റാറ്റസ് എങ്ങനെയാണ്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങള്, അവരുടെ ഫാമിലി സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇൻ ദ സൊസൈറ്റി ഫാമിലി സ്റ്റാറ്റസ്,
സ്റ്റാറ്റസ് ഓഫ് ഹിസ് ഫാമിലി ഇൻ സൊസൈറ്റി, സമൂഹത്തില് ആ ഫാമിലിയുടെ സ്റ്റാറ്റസ് എന്താണ്, ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് ഡിറ്റർമിൻ ഹിസ് സ്യൂട്ടബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ഇൻഫ്ലുവൻസ് ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ഓൺ ഹിസ് പേഴ്സണാലിറ്റി. പിന്നെ അപ്പൊ ഈ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരും അല്ലെ, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എല്ലാം ആപ്ലിക്കേഷൻ ഫോമിലൂടെ കിട്ടുന്നു. അപ്പോ അത് നോക്കിയിട്ട് ഈ ഓർഗനൈസേഷന് ആ കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിൾ ആണോ അല്ലെ, ആ ജോലിക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നോക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ദ ഇൻഫ്ലുവൻസ് ഓഫ് all these factors on his personality, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിലെ സ്വാധീനിക്കുന്ന ഈ ഘടകങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിൽ ചെലുത്തുന്ന സ്വാധീനം, ഇൻഫ്ലുവൻസ് സ്വാധീനം എന്താണെന്നൊക്കെ നിർണ്ണയിക്കാനും പറ്റുന്നു. And also influence all these factors on his personality, അവരുടെ പേഴ്സണാലിറ്റിയിൽ ഈ ഘടകങ്ങളെല്ലാം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിലയിരുത്താനും കഴിയുന്നു. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. രണ്ടാമത്തെയാണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ രണ്ടാമത്തെ എന്താ, ആപ്ലിക്കേഷൻ ഫോമിലുള്ള കണ്ടന്റ്, ആപ്ലിക്കേഷൻ ഫോമിൽ എന്തുണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ദിസ് കൺസിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മുമ്പ് പഠിച്ച കോളേജ്, സ്കൂള് ഇതൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടുന്നു. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്, സച്ച് ആസ് സ്കൂൾ, കോളേജസ്, യൂണിവേഴ്സിറ്റീസ് എക്സെട്ര. അണ്ടർലൈൻ ചെയ്തിട്ടേ അത് educational background consists of details about the candidates educational institutions, candidates ne educational institution e kurichulla detail kittunnu. It also includes the information regarding the course he has studied. നമ്മൾ പറഞ്ഞു educational background എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാ, കാൻഡിഡേറ്റ്സിനെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നു. അതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷനാ ഉള്ളത്, റിഗാർഡിംഗ് ദ കോഴ്സ് ഹി ഹാസ് സ്റ്റഡീഡ്, അവൻ പഠിച്ച കോഴ്സ് ഏതാണ് അല്ലെ, ഏത് കോഴ്സാണ്, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി, എത്ര നാള് ആ ഡ്യൂറേഷൻ, മീഡിയം ഓഫ് സ്റ്റഡി, ഏത് മീഡിയം ആണ്, ഇംഗ്ലീഷ് മീഡിയം ഓർ മലയാളം മീഡിയം, ഏത് മീഡിയം ഓഫ് സ്റ്റഡി. ദെൻ മാർക്സ് ആൻഡ് റാങ്ക് അച്ചീവ്ഡ്, അവന് കിട്ടിയിട്ടുള്ള മാർക്ക്, റാങ്ക്, സ്പോർട്സ്, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, ഇതെല്ലാവരും എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ ഉൾപ്പെടുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടെ, educational background information includes dash. Underline ചെയ്തോ? Okay. Okay, സ്ക്രീൻ ഇവിടെ ഷെയർ ചെയ്തേക്കണം അല്ലേ, നിങ്ങളുടെ തമ്പൊന്നും കണ്ടില്ല. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് ഡാഷ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ തമ്പ് ഇട്ടില്ലെങ്കിൽ ഞാനത് എന്താ പറയാ, ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ടേ, ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പോരല്ലോ, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിന് എനിക്കൊന്ന് നേരിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ മെസ്സേജുകളായിട്ട് നിങ്ങൾ അതിന്റെ ഒരു റിപ്ലൈ തരിക കേട്ടോ. എങ്കിലാണ് എനിക്ക് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണ്ടോന്ന് കൂടി അറിയണ്ടേ. ഓക്കെ, മെസ്സേജ് ഓക്കെ ഇട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു തമ്പ് ഇട്ടാൽ മതി, എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. This type of information is most important for the organization. ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ, അതായത് എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ, നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നത് ഓർഗനൈസേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ. അതനുസരിച്ചുള്ള ജോബ് പോസ്റ്റില് ആ കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഹയർ ചെയ്യാലോ. അതിന് വേണ്ടിയിട്ട് this type of information is most important for the organization. ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, വർക്ക് എക്സ്പീരിയൻസ് മൂന്നാമത്തെയാണ്. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഫോമിലുള്ളത് വർക്ക് എക്സ്പീരിയൻസ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ദ എൻറ്റയർ പാസ്റ്റ് ജോബ് ഡീറ്റെയിൽസ്, മുന്നുള്ള ജോലിയുടെ ഡീറ്റെയിൽസ്, അതാണ് വർക്ക് എക്സ്പീരിയൻസിൽ ഉൾപ്പെടുന്നത്. മുന്നേ അവന് മിക്ക ഇതിനകത്ത് ചോദിക്കല്ലേ, പ്രീവിയസ് എക്സ്പീരിയൻസ് ചോദിക്കല്ലേ, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ലേ അല്ലെ. എന്തായാലും ഒരു ജോലിയിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ ഫ്രഷേഴ്സിനേക്കാളും നമുക്ക് എന്താ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട്. മിക്ക ജോലികളുടെ നിങ്ങൾ കേട്ടിട്ടില്ല ഇത്ര വർഷം എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. എന്താ, ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ പുതിയ ആളെ ട്രെയിൻ ചെയ്ത് അതിലേക്ക് ആപ്റ്റാക്കുമ്പോഴേക്ക് അതിന് വേണ്ടി സമയം കുറച്ചാവും. എന്നാ നമ്മുടെ എക്സ്പീരിയൻസ് ആ ഒരു ഫീൽഡിൽ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കമ്പനീനെ സംബന്ധിച്ച് ലാഭമല്ലേ.
അല്ലെ, ഫാസ്റ്റ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളും. അപ്പൊ ഈ വർക്ക് എക്സ്പീരിയൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. അത് നമുക്ക് അതിനകത്ത് വരുന്ന ഏതാ, ഫാസ്റ്റ് ജോബ് ഡീറ്റെയിൽസ്, ആ കാൻഡിഡേറ്റ്സിന്റെ മുന്നുള്ള ജോലിയുടെ ഡീറ്റെയിൽസ്, അതാണ് ഈ വർക്ക് ഇതിനകത്ത് വരുന്നത്. ഗ്രേറ്റർ സ്ട്രെസ് ഈസ് ലെയ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് വർക്ക്, അല്ലെ, ജോലിയുടെ ഏത് തരം ജോലിക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. Greater stress is laid on the type of work. ഏത് തരത്തിലുള്ള ജോലിക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഡ്യൂറേഷൻ ഓഫ് ദ വർക്ക് ഇൻ ഈച്ച് ജോബ്, ഓരോ ജോലിയിലും വർക്കിന്റെ ഡ്യൂറേഷൻ. റീസൺ ഫോർ എക്സിറ്റ് ഫ്രം ദ പ്രീവിയസ് ജോബ്, ഇനി മുന്നുള്ള ജോലിയിൽ നിന്ന് എന്താണ് അവിടെ നിന്ന് എക്സിറ്റ് ആവാനായിട്ട്, അവിടുന്ന് പോരാനുള്ള റീസൺ എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത്. ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽഡ്, അവൻ കൈകാര്യം ചെയ്യേണ്ട ജോലിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. സാലറി പാക്കേജ് എക്സെട്ര, എത്ര സാലറി, അതും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. നാട്ടിലായി ചെയ്തോട്ടെ എന്തൊക്കെയാണുള്ളത്. This consists of entire past job details. Okay. Then this data update the organization about the candidate's job stability, his behavior towards the work, his attitude and loyalty towards the previous employers, etc. അപ്പൊ ഈ ഡേറ്റയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാ പറ്റും ഓർഗനൈസേഷന് ആ കാൻഡിഡേറ്റ്സിന്റെ ജോബിന്റെ സ്ഥിരത, കാൻഡിഡേറ്റ്സ് ജോബ് സ്റ്റെബിലിറ്റി. അതായത് നമ്മൾ ജോലിയിൽ സ്ഥിരമായി നിൽക്കുന്ന ആളാണോ, അല്ലെ, ഇപ്പൊ നമ്മൾ 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 5 വർഷം മുന്നേ ആ സ്ഥാപനത്തില് നല്ല ഇതായിട്ട് നിന്നുകൊണ്ടാണല്ലോ, അല്ലെ. എന്തെങ്കിലും സംഭവങ്ങൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയാണെങ്കിൽ കുറച്ച് 1 മാസം 2 മാസം നിന്നാണെങ്കിൽ അങ്ങനെയൊക്കെ പോരാ. ഒരു മുന്നേ ഒരു സ്ഥാപനത്തിൽ കുറെ നാള് നിൽക്കാന്ന് പറഞ്ഞാൽ, വർഷങ്ങളോടെ നിൽക്കാന്ന് പറഞ്ഞാൽ അയാള് നല്ല ഗുഡ് എംപ്ലോയി ആയിരിക്കും, അല്ലെ. ഇപ്പൊ ജോലിയുടെ സ്ഥിരത, ഹിസ് ബിഹേവിയർ ടുവേഴ്സ് ദ വർക്ക്, ആ ജോലിയോടുള്ള അവന്റെ മനോഭാവം, അല്ലെ, എങ്ങനെയാണ് ആ ജോലിയെ കാണുന്നത്. His attitude, ability and loyalty, വിശ്വസ്തത towards the previous employers, മുന്നുള്ള എംപ്ലോയർ, മുന്നേ നമ്മൾ ജോലിക്ക് നിന്ന സ്ഥാപനമല്ലേ, അവിടുത്തെ എംപ്ലോയറിനുള്ള മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്താണ്, അവനോടുള്ള ഒരു വിശ്വസ്തത, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, കുറെ വർഷം നിന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നല്ല വിശ്വസ്തനാണല്ലോ, ആ കമ്പനിയുടെ നല്ലൊരു വിശ്വസ്തനായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഡീൽ ചെയ്തുകൊണ്ടാണ് അവരെ തന്നെ നിർത്തുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കളത്തരം കാണിക്കുന്നവരാണെങ്കിൽ അവരെ അവിടെ നിന്ന് വിടും. അപ്പൊ അതൊക്കെ നമ്മൾ ആ കാൻഡിഡേറ്റ്സിന്റെ ജോലിയോടുള്ള മനോഭാവം, ജോലിയുടെ സ്റ്റെബിലിറ്റി, പിന്നെ പ്രീവിയസ് എംപ്ലോയറിനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ലോയലിറ്റി, വിശ്വസ്തത, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോട്ടെ. ഇനി അടുത്തതാണ് സാലറി. 4ാമതാണ് ആപ്ലിക്കേഷൻ ഫോമില്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തോളൊക്കെ ഉണ്ടോ? അതിനകത്ത് സാലറിയുടെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ് ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കാറുണ്ടോ? ആപ്ലിക്കേഷൻ ഫോം ചോദിക്കാറുണ്ട് അല്ലേ? ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ഓൾസോ ആസ്ക് ഫോർ ദ സാലറി ദാറ്റ് ദ കാൻഡിഡേറ്റ് ഈസ് പ്രസന്റ്ലി ഒബ്റ്റെയിനിങ്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നിന്നുകൊണ്ടിരിക്കുന്ന അവിടെയാണെങ്കിൽ പ്രസന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്ര, what he is expecting from the organization, ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി. എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുക. ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി അവിടെ ഉണ്ടല്ലേ. നിങ്ങൾ അന്നേരം നമ്മൾ നോക്കുക, ഇപ്പൊ ആ കമ്പനി ഒരു മന്ത്ലി ഒരു 30,000 രൂപ കൊടുക്കാനേ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മള് കാൻഡിഡേറ്റ്സിനോട് എക്സ്പെക്ടഡ് സാലറി 1,00,000 രൂപ എന്ന് എഴുതി കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ അപ്പൊ തന്നെ അത് ക്യാൻസൽ ചെയ്യാം, അല്ലെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സ്പെക്ടഡ് സാലറി, അതും എല്ലാം ഈ ആപ്ലിക്കേഷൻ ഫോമില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതാണ് പേഴ്സണൽ ഐറ്റംസ്, 5ാമത്തെ. This comprises as personal like and dislike, association membership, sports, hobbies, etc. ഇനി പേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങള്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നത്? അവന്റെ ഇഷ്ടങ്ങള്, ഇഷ്ടാനിഷ്ടങ്ങൾ. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, കാൻഡിഡേറ്റ്സിന്റെ ഇഷ്ടങ്ങള്, ഡിസ്ലൈക്ക്. അസോസിയേഷൻ മെമ്പർഷിപ്പ്, ഏതെങ്കിലും അസോസിയേഷനില് മെമ്പർ ഒക്കെ ആണെങ്കിൽ അതിന്റെ മെമ്പർഷിപ്പ്, അസോസിയേഷൻ മെമ്പർഷിപ്പ് അത് എഴുതണം.
ഏതെങ്കിലും അസോസിയേഷനിലെ മെമ്പർ ആണോ, അങ്ങനെയാണ് ഈ അസോസിയേഷന്റെ പേര്. ദെൻ സ്പോർട്സ്, എന്തെങ്കിലും സ്പോർട്സ് ഐറ്റംസ് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും റിവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ ഹോബീസ് എക്സെട്ര ഇങ്ങനെയുള്ള പേഴ്സണൽ ഐറ്റംസും ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കും. Then അടുത്തതാണ് references. It includes the name, addresses and contact details of person who can be contacted for references. ചോദിക്കാറില്ലേ, റെഫറൻസിനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആളുടെ പേര്, അഡ്രസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് റെഫറൻസസ്. നമുക്ക് ആരെങ്കിലും റെഫറൻസിന് വെക്കാലോ? റെഫറൻസ് ചോദിക്കാറുണ്ട് അല്ലെ? റെഫറൻസിനായി ബന്ധപ്പെടാവുന്ന വ്യക്തികളുടെ നെയിം, അഡ്രസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ളത്. ഇപ്പൊ നമ്മള് ഒരു കമ്പനിയിൽ തന്നെയാണെങ്കിൽ ഈ കമ്പനിയിൽ നിങ്ങൾ ആരെങ്കിലും ഫെമിലിയർ ആണോ, അല്ലെങ്കിൽ പരിചയമുണ്ടോ, ഇതുണ്ടോ അല്ലെ, അങ്ങനെ ഒരു റെഫറൻസിന് ആരെങ്കിലും വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസിന് വെക്കുന്ന ആളുടെ പേര്, അഡ്രസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കും. കണ്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഇതൊക്കെ കാര്യങ്ങളാ: പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സാലറി, പേഴ്സണൽ ഐറ്റംസ്, റെഫറൻസസ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നോക്കിയേ, എന്താണ് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുള്ള അഡ്വാൻറ്റേജ്? എന്തിനാ കമ്പനിയൊക്കെ ആപ്ലിക്കേഷൻ ഫോം ഇങ്ങനെ വെക്കുന്നത്? എന്താണ് അതിന്റെ ഉള്ള ഒരു അഡ്വാൻറ്റേജ്? നോക്കിയേ, നേട്ടങ്ങൾ എന്തൊക്കെയാ? Advantage of using application forms are application form ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. A standardized application form give a formal introduction of the potential applicants. അല്ലെ, ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ഫോംസ് നമ്മൾ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഫോർമൽ ഇൻട്രൊഡക്ഷൻ, അല്ലെ, ഫോർമൽ ആയിട്ടുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും. നമ്മളിപ്പോ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവര് ആപ്ലിക്കേഷൻ ഫോം വായിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ കിട്ടൂലേ, അല്ലെ? ഒരു നിയമപരമായിട്ടുള്ള, ഒരു വ്യക്തിപരമായിട്ടുള്ള, ഔപചാരികമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലാതെ നമ്മുടെ ഡീറ്റെയില് വീട്ടുകാർക്കടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസ്. അതിന് യോഗ്യതയുള്ള ആപ്ലിക്കൻസിന്റെ ഫോർമൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലൂടെ കിട്ടും. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആട്ടോ. ഇവിടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. അപ്പൊ ആപ്ലിക്കൻസിനെ കുറിച്ച്, അത് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആപ്ലിക്കേഷൻ ഫോമിലൂടെ കിട്ടും. രണ്ടാമത്തെ നോക്കിയേ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം ദ ഫേം ഈസ് ഏബിൾ ടു extract valuable information about the different applicants and compare them. ഇനി ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ സഹായത്തോടു കൂടി ആ സ്ഥാപനത്തിന് നമുക്ക് വളരെ വിലപ്പെട്ട വിവരങ്ങള്, അല്ലെ, പല ആപ്ലിക്കൻസിന്റെ വിലപ്പെട്ട വിവരങ്ങൾ വേർതിരിച്ചെടുക്കാനും ആൻഡ് ആപ്ലിക്കൻസിനെ നമ്മളെ കമ്പയർ ചെയ്യാനും പറ്റും. And the different applicants, information about the different applicants and compare them. അവരെ കമ്പയർ ചെയ്യാനും പറ്റും. ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ വേർതിരിച്ചെടുക്കാനും അവരെ കമ്പയർ ചെയ്യാനും ആ ഒരു ഓർഗനൈസേഷന് ആപ്ലിക്കേഷൻ ഫോമിലൂടെ പറ്റും. അടുത്ത നോക്കിയേ, the firm has the right to reject the potential applicant who does not meet the minimum job qualification after proper screening of the applicants. അതായത് അടുത്ത നോക്കിയേ, ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ നമുക്ക് ഈ ജോബിന്റെ മിനിമം ക്വാളിഫിക്കേഷൻസ് പാലിക്കാത്ത ആപ്ലിക്കൻസ് ഇല്ലേ, അവരെ റിജക്ട് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ പറ്റുന്നത്. ആഫ്റ്റർ പ്രോപ്പർ സ്ക്രീനിങ് ഓഫ് ദ ആപ്ലിക്കൻസിനെ പ്രോപ്പർ ആയിട്ട് സ്ക്രീനിങ് നടത്തിയതിനു ശേഷം നമ്മൾ ഈ ആപ്ലിക്കൻസിനെ നമുക്ക് ആ ജോലിക്കുള്ള മിനിമം യോഗ്യത കാര്യങ്ങൾ പോലും അവർ പാലിക്കുന്നില്ല, അങ്ങനെയുള്ള ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യാനും ആപ്ലിക്കേഷൻ ഫോമിലൂടെ കഴിയുന്നു. ഒരു സ്ഥാപനത്തിന് അതിനുള്ള ഒരു അവകാശം ഉണ്ടെന്ന്. The firm has the right to reject the potential applicants-നെ അതിലേക്ക് വരുന്ന ആപ്ലിക്കൻസിനെ നമുക്ക് റിജക്ട് ചെയ്യാനുള്ള ഒരു അധികാരവും ഈ സ്ഥാപനത്തിനുണ്ട്. അതായത് ആ പ്രോപ്പർ സ്ക്രീനിങ് നടത്തിയതിനു ശേഷം ആ ജോബിന്റെ ക്വാളിഫിക്കേഷൻസ്, മിനിമം ജോബ് ക്വാളിഫിക്കേഷൻ പാലിക്കാത്തവരെ. അടുത്തത് നോക്കിയേ,
നാലാമത്തെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോമിംഗ് എ ബേസിസ് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂ പ്രോസസ്സിൽ ഒരു കോൺവെർസേഷൻ ആരംഭിക്കുന്നതിനുള്ള ബേസ് ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ കിട്ടും. ഇപ്പൊ ഞാനിപ്പോ ഇന്റർവ്യൂവിന് ചെന്നിരിക്കാം, അപ്പോഴത്തേക്കും ആ ഇന്റർവ്യൂവർ ആപ്ലിക്കേഷൻ ഫോം ഒന്ന് വേണ്ടെന്ന് ഓടിച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ അറിയാം. അപ്പൊ എന്റെ പേര് പറഞ്ഞിട്ട് നമ്മളോട് എന്താ ഇരിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോ എന്താ പറയാ, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ ഫോമിലൂടെ പറ്റും. അതുവഴി എന്താണ് ആ ഒരു കോൺവെർസേഷൻ, ഒന്നും അറിയില്ലാത്ത ഒരാളോട് നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം, അപ്പൊ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ തുടങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലാണ്. അതായത് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഹെൽപ്പ് ചെയ്യുന്നത്. It helps in forming a base, ഒരു ബേസ് കിട്ടാണ് to start a conversation in the process of an interview. ഇന്റർവ്യൂ പ്രോസസ്സിൽ കോൺവെർസേഷൻ ആരംഭിക്കുന്നതിനുള്ള ഒരു ബേസ് ആപ്ലിക്കേഷൻ ഫോമിലൂടെ കിട്ടും. ക്ലിയർ ആയോ അഡ്വാൻറ്റേജ്? 4 പോയിന്റ്സും. ഓക്കെ, ഇനി അടുത്ത, അപ്പൊ എന്ത് കാര്യത്തിന് ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടല്ലേ, അല്ലെ? എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഡിസഡ്വാൻറ്റേജ്. എന്തൊക്കെയാന്ന് നോക്കിയ ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇൻ ദ സെലക്ഷൻ പ്രോസസ് യൂസിങ് ആപ്ലിക്കേഷൻ ഫോം ക്രിയേറ്റഡ് വേരിയസ് പ്രോബ്ലം which are attributed to the following factors. ഓക്കെ, ഈ സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന ഘടകങ്ങള്, ഫാക്ടേഴ്സ്, അത് മൂലം ഭയങ്കര കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. Okay, ഒന്നാമത്തെ എന്താ, sometimes the firm designs certain application form very carelessly. അതായത് ചില സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, ഈ ആപ്ലിക്കേഷൻ ഫോം ഡിസൈൻ ചെയ്യുന്നത് എന്താ പറയാ, അശ്രദ്ധയായിട്ടാണ്. അത്ര ശ്രദ്ധിച്ചാൽ പക്ക നമ്മളൊരു ചിലപ്പോ വേണ്ട കാര്യങ്ങൾ പലതും ചിലപ്പോ മിസ്സായി പോവാം. അത് ഒരു അശ്രദ്ധമായിട്ട് ആപ്ലിക്കേഷൻ ഫോം ചില സ്ഥാപനങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അത് എന്താണ്, അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള കറക്റ്റ് ആ ഇൻഫർമേഷൻസ് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റാതെ വരും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കണ്ടോ, sometimes the firms design certain application, ചില ആപ്ലിക്കേഷൻസ് ഫോംസ് വളരെ അശ്രദ്ധമായിട്ട് കെയർലെസ് ആയിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അതൊരു പോരായ്മയാണ്. ഇനി അടുത്ത നോക്കിയേ, ഫ്യൂ ആപ്ലിക്കൻസ് ആർ എക്സ്പേർട്ട് ഇൻ ഗിവിംഗ് ഫോൾസ് ഇൻഫർമേഷൻ. ഇനി പറഞ്ഞാല് അതിലും ബിരുദന്മാരുണ്ടല്ലോ. ഇനി ചില കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് രേഖപ്പെടുത്താനായിട്ട് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തിനെ കുറിച്ച്, അബൌട്ട് ദർ ക്വാളിഫിക്കേഷൻ, ചില ആപ്ലിക്കൻസ് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ, അവരുടെ ക്വാളിഫിക്കേഷനെ കുറിക്കുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോമിലൂടെ. വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു വെരിഫൈ. അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. അതൊരു ഇതാണ്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞാലേ ചിലപ്പോ +2 പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അവിടെ PG എന്ന് വേണമെങ്കിൽ എഴുതി വെക്കുമെന്ന്. മനസ്സിലായോ? അവര് ചില ആളുകളെ തെറ്റായിട്ട് ജോലി കിട്ടാൻ വേണ്ടിയാട്ടോ അങ്ങനെയുണ്ടെന്ന്. അങ്ങനെ കുറച്ച് ആപ്ലിക്കൻസ് എക്സ്പേർട്ട് ആണെന്ന്. ഗിവിംഗ് ഫോൾസ് ഇൻഫർമേഷൻ അബൌട്ട് ദർ ക്വാളിഫിക്കേഷനെ കുറിക്കുന്ന തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ചില ആപ്ലിക്കൻസ് എക്സ്പേർട്ട് ആണ്. അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോൾ. ഇനി മൂന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ, there can be possibility that the HR personnel faces problems in assessing the information about the applicants that are mentioned in the application form. ഇനി നമുക്ക് ഇതിന് HR പേഴ്സൺ, ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണ് പല പ്രശ്നങ്ങളും അവര് ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ? ഇൻ അസസിംഗ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ആപ്ലിക്കൻസ് ദാറ്റ് മെൻഷൻഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ആപ്ലിക്കൻസിന്റെ ഇൻഫർമേഷൻസ്, വിവരങ്ങള് അസസ് ചെയ്യാൻ, അതിനെ വിലയിരുത്താൻ HR പേഴ്സൺസ് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇത് മൂന്നുമാണ് ഡിസഡ്വാൻറ്റേജ്. അപ്പൊ അതിനകത്ത് അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ, ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡിസഡ്വാൻറ്റേജിൽ വരുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ വേഗം എഴുതാനോ നമുക്ക്.
ചില സ്ഥാപനങ്ങൾ വളരെ അശ്രദ്ധമായിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം ഡിസൈഡ് ചെയ്യുന്നത്. അതൊരു പോരായ്മയാണ്. ഇനി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കാൻഡിഡേറ്റ്സ് ചില ബിരുദന്മാർ എന്ത് ചെയ്യും, അവര് തെറ്റായിട്ടുള്ള വിവരങ്ങള് ക്വാളിഫിക്കേഷനെ കുറിക്കുന്ന തെറ്റായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമില് കാൻഡിഡേറ്റ്സ് പറഞ്ഞിട്ടുള്ള വിവരങ്ങള് അത് അസസ് ചെയ്യാൻ HR പേഴ്സൺസ്, ഹ്യൂമൻ റിസോഴ്സ് പേഴ്സൺസ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. 3 ഡിസഡ്വാൻറ്റേജ്. ഇനി അടുത്തതാണ് സെലക്ഷൻ ടെസ്റ്റുകൾ. സെലക്ഷൻ ടെസ്റ്റ്. ഇനി ആ കമ്പനിയിലേക്ക് അവരെ സെലക്ട് ചെയ്യാനുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ എന്തൊക്കെയാന്ന് നോക്കി. ടെസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ടെസ്റ്റുകളെ മനഃശാസ്ത്രപരമായിട്ടുള്ള മനഃശാസ്ത്ര പരിശോധന എന്ന് പറയും. ടെസ്റ്റ് നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിശോധനയാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ടെസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. These tests are important tool which are used for the selection procedure. ഈ ടെസ്റ്റ്, ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ടൂൾ ആണ്, വളരെ പ്രധാനപ്പെട്ട ടൂൾ ആണ്. എന്താ? which are the used for selection procedure. നമ്മൾ സെലക്ട് ചെയ്യാൻ, വെറുതെ അവരെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? സെലക്ഷൻ പ്രൊസീജിയറിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂൾ ആണ് ടെസ്റ്റുകൾ എന്നുള്ളത്. ടെസ്റ്റ് നടത്താന്നുള്ളത്. മിക്കതും ടെസ്റ്റ് നടത്തിയിട്ടല്ലേ നമ്മൾ ആ ജോലിയിലേക്ക് അവരെടുക്കുന്നേ. വെറുതെ നമ്മൾ ചെന്ന് ബയോഡേറ്റ കൊടുത്താൽ നമ്മളോട് ആ ജോലിക്ക് അവര് എടുക്കോ? അതിനു മുന്നേ എന്നിട്ട് പല പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ആ ടെസ്റ്റ് നടത്തി അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ജോലിയിലേക്ക് എടുക്കുള്ളൂ അല്ലെ. അപ്പൊ അത് സെലക്ഷൻ പ്രൊസീജിയറിൽ ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. Dash are important tool which are used for the selection procedure. Then a psychological test is conducted to evaluate some sets of skills and capabilities of the worker which are supposed to be there for a successful job outcome as per the job analysis. ഇനി ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്തിനാ കണ്ടക്ട് ചെയ്യുന്നേ? ഈസ് ടു ഇവാലുവേറ്റ് സം സെറ്റ് ഓഫ് സ്കിൽസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് ഓഫ് ദ വർക്കർ. വർക്കേഴ്സിന്റെ കഴിവുകള് അല്ലെ, സ്കിൽസ്, ക്യാപ്പബിലിറ്റീസ്, അത് അവരെ ക്യാപ്പബിൾ ആണോ അല്ലെ, കഴിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടി? which are supposed to be there for a successful job outcome as per the job analysis. അല്ലെ, നല്ലൊരു ജോബ് ഔട്ട്കം കിട്ടാൻ നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയാൽ പോരാ. ആ ജോലിയിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, നല്ല സ്കിൽസ് ഉള്ള, കാപ്പബിലിറ്റി ഉള്ള വർക്കേഴ്സിനെ തന്നെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അതിനു വേണ്ടി, അതെന്തിനു വേണ്ടിയാ? നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ വിജയകരമായിട്ടുള്ള ജോബിന്റെ ഔട്ട്കം കിട്ടാനായിട്ട്. ഒന്നും അറിയില്ലാത്ത ഒരാളെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്കം കിട്ടുമോ? നല്ലൊരു റിസൾട്ട് കിട്ടൂല അല്ലെ, നല്ല റിസൾട്ട് കിട്ടൂല. അപ്പൊ അതിന് വേണ്ടിയിട്ട് therefore for the successful job outcome as per the job analysis. A test is a tool designed to evaluate the selective psychological elements. Test എന്ന് പറഞ്ഞാൽ ഒരു ടൂൾ ആണ്. എന്തിനു വേണ്ടിയാ ഡിസൈൻ ചെയ്തേക്കുന്നത്? To evaluate the selective psychological elements. അല്ല, സൈക്കോളജിക്കൽ എലമെന്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ ആണ് ശരിക്കും ടെസ്റ്റ് എന്ന് പറയുന്നത്. The primary reason for conducting the test in the selection procedure is to easily and accurately evaluate difference between job-related capabilities and the skills of the individual. The primary reason എന്ന് പറയുന്നത്, primary reason for conducting the test, ഈ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു കാരണം എന്താ? In the selection procedure is to easily and accurately evaluate, ഈസി ആയിട്ട് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് റിലേറ്റഡ് ആപ്ലിക്കൻസ് ആൻഡ് സ്കിൽസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അത് വേണ്ടേ? ആ ജോലിയുമായി ബന്ധപ്പെട്ടിരുന്ന ക്യാപ്പബിലിറ്റി, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന്റെ ആ കാൻഡിഡേറ്റ്സിന്റെ സ്കിൽസ്, ഇതൊക്കെ നമ്മൾ അതിന്റെ ആ വ്യത്യാസങ്ങള് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ, കൃത്യമായിട്ടും ഈസി ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ആണ് സെലക്ഷൻ പ്രൊസീജിയർ. എന്താ? സെലക്ഷൻ പ്രൊസീജിയറിലുള്ള ഒരു ടെസ്റ്റ് ആണ്, ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. അതാണ് ആ ഒരു പ്രൈമറി, പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ.
അതായത് ഇൻഡിവിജ്വൽസിന്റെ അവരുടെ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാപ്പബിലിറ്റീസ്, സ്കിൽസും അതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് അത് എളുപ്പത്തിലും കൃത്യമായിട്ടും വിലയിരുത്തുക എന്നതാണ് സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ഈ ഒരു പ്രൈമറി റീസൺ എന്ന് പറയുന്നത്, പ്രാഥമികമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. Then, as a human capabilities are interconnected to each other and complicated in nature, therefore they must be understood in relation to one another. നമ്മുടെ ഈ ഹ്യൂമൻ കേപ്പബിലിറ്റീസ് ഇത് പരസ്പരം എന്ത് ചെയ്യുന്നു, അത് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ, ജോലിയുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അത് സങ്കീർണമായതിനാൽ അവ നമ്മൾ എന്ത് ചെയ്യണം, അത് പരസ്പരം നമ്മള് മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ, പരസ്പരം ബന്ധപ്പെടുത്തി അത് റിലേറ്റ് ചെയ്തിട്ട് ഇന്റർകണക്ട് ചെയ്തിട്ട് വേണം അത് മനസ്സിലാക്കാൻ. Human capabilities are interconnected to each other and they are complicated in nature. സങ്കീർണമായ സ്വഭാവമാണ്. ഹ്യൂമൻ കാപ്പബിലിറ്റീസ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ വേണം, അത് they must be understand in relation to each other. അത് പരസ്പരം റിലേറ്റ് ചെയ്തിട്ട് വേണം അത് മനസ്സിലാക്കാനായിട്ട്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് സെലക്ഷൻ ടെസ്റ്റുകൾ, അതിന് കൊടുത്തിട്ടുള്ള ആ ഒരു ടെസ്റ്റിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. അതിനകത്ത് ആ പാരഗ്രാഫിൽ നിങ്ങൾ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത ടെസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നുള്ള അണ്ടർലൈൻ ചെയ്യാം. ഇനി രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക, ടെസ്റ്റ് ആർ ഇമ്പോർട്ടന്റ് ടൂൾ വിച്ച് ആർ യൂസ്ഡ് ഫോർ ദ സെലക്ഷൻ പ്രൊസീജിയർ. ഇനി മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക, ഡാഷ് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു ഇവാലുവേറ്റ് സം സെറ്റ്സ് ഓഫ് സ്കിൽസ് ആൻഡ് കാപ്പബിലിറ്റീസ് ഓഫ് എ വർക്കർ. വർക്കർ എന്ന് വരെയും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, വർക്കർ. ഇനി അടുത്ത് നോക്കിയേ, dash is a tool designed to evaluate the selective psychological elements. Underline ചെയ്തതാ. ഇനി അടുത്ത പ്രൈമറി റീസൺ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 3 ഡെഫിനിഷൻസ് കൊടുത്തേക്കണം. 3 ഡെഫിനിഷൻ ആണ്. അക്കോർഡിംഗ് ടു, ഓക്കെ ക്ലിയർ ആണോ അണ്ടർലൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞത്? ഡാഷിട്ട് ചോദിക്കാം കേട്ടോ, ഫുള്ളൊന്നും ബൈഹാർട്ട് ചെയ്യണ്ട. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോഴും ഒന്ന് വായിക്കുമ്പോഴും അങ്ങനെ മനസ്സിലാക്കാം കേട്ടോ. ഡാഷ് ആർ ഓൾസോ നോൺ ആസ് സൈക്കോളജിക്കൽ ടെസ്റ്റ്, അല്ലെങ്കിൽ ടെസ്റ്റ് ആർ ഡാഷ് ആർ ഇമ്പോർട്ടന്റ് ടൂൾ വിച്ച് യൂസ്ഡ് ഫോർ, അങ്ങനെ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ആക്കിയിട്ടേ അതും കൂടി ഒന്ന് നോക്കാം. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു ഇവാലുവേറ്റ് സം സെറ്റ്സ് ഓഫ് സ്കിൽസ് ആൻഡ് കാപ്പബിലിറ്റീസ് ഓഫ് വർക്കർ, അത് നോക്കാം കേട്ടോ. പിന്നെ ടെസ്റ്റ് ഈസ് എ ടൂൾ ഡിസൈൻഡ്, ആ ഒരു സെന്റൻസും പിന്നെ പ്രൈമറി റീസൺ അതുകൂടി നോക്കിയേക്കാം. ഇനി ഇവിടെ 3 ഡെഫിനിഷൻസ് അവിടെ കൊടുത്തേക്കുന്നത്. ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട, പക്ഷേ ഇത് ആര് പറഞ്ഞ ഡെഫിനിഷൻ ആണെന്ന് പറയണം. പിന്നെ ഡാഷ് ഈസ് എ ടെസ്റ്റ് അങ്ങനെ ചോദിച്ചാലും അല്ലെ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഒന്നാമത്തെയാണ് അക്കോർഡിംഗ് ടു വെയ്ൻ എഫ് കാസിയോ. According to Dash, a psychological test is a standardized measure of behavior. According to Wayne F. Casio, Dash is a standardized measure of behavior. അങ്ങനെ ചോദിക്കാം. അപ്പൊ ആ ഒരു സെന്റൻസ് 2 രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. Okay. According to Wayne F. Casio, അദ്ദേഹം സൈക്കോളജിക്കൽ ടെസ്റ്റിന് പറഞ്ഞ ഡെഫിനിഷൻ എന്താ? A psychological test is a standardized measure of behavior. എന്താ? ഈ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം അത് അളക്കുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. നമ്മുടെ സ്വഭാവങ്ങള് അളക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു അളവുകോലാണ് ഏത് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് ബിഹേവിയർ. നമ്മുടെ ബിഹേവിയർ അളക്കുന്നതിനുള്ള ഒരു അളവുകോലാണ് ഇത് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 2 രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം.
അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ അവിടെ ആ പേര് ആര് പറഞ്ഞതാണ് എന്നുള്ളത് നോക്കാം. പിന്നെ അത് സെന്റൻസ് അതുപോലെ തന്നിട്ട് ഡാഷ് ഈസ് ദ സ്റ്റാൻഡർഡൈസ്ഡ് ആ രീതിയിലും ചോദിക്കാം. രണ്ടാമത്തെയാണ് അക്കോർഡിംഗ് ടു ക്രോൺബാക്ക്. ക്രോൺബാക്ക് എന്താ പറഞ്ഞേക്കുന്നത്? അദ്ദേഹം എന്താണ് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ നോക്കി. എ ടെസ്റ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ കമ്പയറിംഗ് ദ ബിഹേവിയർ ഓഫ് 2 or more persons. എന്താ പറഞ്ഞേക്കുന്നേ? ക്രോൺബാക്ക് എന്താ പറഞ്ഞേക്കുന്നത്? A test എന്ന് പറഞ്ഞ എന്താ? Is a systematic procedure for comparing the behavior of 2 or more persons. രണ്ടോ അതിലധികമോ വ്യക്തികളുടെ ബിഹേവിയർ, സ്വഭാവം, അതിനെ കമ്പയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ് ടെസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. കണ്ടോ? ടെസ്റ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ. ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ്. ഫോർ വാട്ട്? എന്തിനു വേണ്ടി? ഫോർ കമ്പയറിംഗ് ദ ബിഹേവിയർ ഓഫ് 2 or more person. രണ്ടോ അതിലധികമോ വ്യക്തികളുടെ ബിഹേവിയറുകൾ. അല്ലെ? ഇപ്പൊ എല്ലാവർക്കും ആളുകളുടെ ഒരുപോലത്തെ സ്വഭാവമാണോ? അല്ല, അല്ലെ? ആ രണ്ടോ അതിലധികമോ വ്യക്തികളുടെ ബിഹേവിയറിനെ കമ്പയർ ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ് ടെസ്റ്റ്. ആര് പറഞ്ഞ ഡെഫിനിഷൻ? ക്രോൺബാക്ക്. അടുത്ത് നോക്കിയേ. അക്കോർഡിംഗ് ടു മിൽട്ടൺ എം ബ്ലൂം. According to Milton M. Blum, a test is a sample of aspects of. അവിടെ ഒരു മിസ്റ്റേക്ക്. നിങ്ങളുടെ ടെസ്റ്റ് ഒന്ന് നോക്കിയേ. A test is a sample of an aspect of an individual behavior. രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ആസ്പെക്ട് എന്നുള്ള ഒരെണ്ണം വെട്ടി കളഞ്ഞു. of an aspect. കണ്ടോ? റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ എന്നൊന്ന് നോക്കി. ടെക്സ്റ്റ് കയ്യിലുണ്ടല്ലോ. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണെയാണ്. അതെ. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്യുക. A test is a sample of an aspect. എന്നിട്ട് അടുത്ത ഓഫ് ആൻ ആസ്പെക്ട് എന്നുള്ളത് അതങ്ങ് വെട്ടിക്കളയാം. പിന്നെ എന്താ? സാമ്പിൾ ഓഫ് ആൻ ആസ്പെക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ, പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരു വ്യക്തിയുടെ ബിഹേവിയർ, അവന്റെ പെരുമാറ്റം, പെർഫോമൻസ്, പ്രകടനം, ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്നിവയുടെ ഒരു എന്നീ ഒരു വശത്തിന്റെ സാമ്പിൾ ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. A test is a sample of an aspect of an individual's behavior, performance and attitude. Behavior, individualന്റെ behavior, അവർക്കുടെ പെരുമാറ്റം, behavior എന്ന സ്വഭാവം, performance പ്രകടനം എങ്ങനെയാണ്, attitude എങ്ങനെയാണ്, അതിനോടുള്ള മനോഭാവം, അതിന്റെ ഒരു സാമ്പിൾ ആണ്. എന്നീ വശങ്ങളുടെ ഒരു സാമ്പിൾ ആണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 3 ഡെഫിനിഷനും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുക. ആര് പറഞ്ഞത്? പിന്നെ ഡാഷ് ഈസ് എന്ന് അങ്ങനെയും ചോദിക്കാം കേട്ടോ. 2 രീതിയിലും ക്വസ്റ്റ്യൻ കാണാനുണ്ട്. വായിച്ചു നോക്കിയേ. 3 എണ്ണം കിട്ടിയോ നോക്കിയേ. വെയ്ൻ എഫ് ക്യാസിയോ എന്താ പറഞ്ഞത്? ടെസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഈസ് എ സ്റ്റാൻഡേർഡ് മെഷർ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവുകോലാണ് എന്തിന്റെ? ബിഹേവിയറിന്റെ. അല്ലെ? നമ്മുടെ ഒരു ബിഹേവിയർ, നമ്മുടെ സ്വഭാവം അളക്കുന്നതിനുള്ള ഒരു നല്ലൊരു മെഷറാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ക്രോൺബാക്ക്, അദ്ദേഹം എന്താ പറഞ്ഞത്? ഇതൊരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ്. എന്തിനുള്ള സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ? രണ്ടോ അതിലധികമോ വ്യക്തികളുടെ ബിഹേവിയറുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ്. മൂന്നാമത്തെ അക്കോർഡിംഗ് ടു മിൽട്ടൺ എം ബ്ലം, അദ്ദേഹം എന്താ പറഞ്ഞത്? ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ, പെർഫോമൻസ്, ആറ്റിറ്റ്യൂഡ് എന്നീ വശങ്ങളുടെ ഒരു സാമ്പിളാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 2 രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ക്ലിയർ ആണോ? അവർക്ക് മന്നുണ്ട? ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരുന്നിട്ട് ഉറക്കം വല്ലവരൊക്കെ ഇടയ്ക്കൊക്കെ മെസ്സേജ് ഇട്ടോ, തമ്പൊക്കെ ഇട്ട് വെച്ചോ. പിന്നെ എനിക്കറിയാലോ നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങില്ലെന്ന്, ഉറക്കം പണിയില്ല എന്നൊക്കെ പറയണ്ട. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് പലതരത്തിലുള്ള ടെസ്റ്റുകളാണ്. സെലക്ഷൻ ടെസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ദ ഫോളോയിങ്. ഈ ടേബിൾ പഠിച്ചു വെക്കണം ആദ്യം.
അപ്പൊ നമുക്ക് ബാക്കിയത്തെ പഠിക്കാൻ എളുപ്പമുണ്ടാവും. എന്തിനാ ടേബിൾ പഠിക്കാൻ പറഞ്ഞാൽ അറിയോ? ഓരോന്നിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ആദ്യം തന്നെ നോക്കി, നമ്മൾ ടെസ്റ്റുകളെ 5 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, സിറ്റുവേഷണൽ ടെസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാ 5 രീതിയിൽ നമ്മൾ ടെസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? പേരുകൾ ഒന്നുകൂടി നോക്കിയേ, ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ടോ? ആ ബോക്സ് കുഞ്ഞു കുഞ്ഞുങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് വായിക്കാൻ പറ്റുന്നുണ്ടോ ടെക്സ്റ്റിലുള്ളത്? ഓക്കെ, ഒന്നാമത്തെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ ടെസ്റ്റുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്. ഇനി ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളെ തന്നെ വീണ്ടും 4ആയിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. അതിന്റെ സബ് ആയിട്ടുണ്ട്. ഏതൊക്കെയാ? ഇന്റലിജന്റ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമോട്ടോർ ടെസ്റ്റ്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അങ്ങനെ 4 ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്നത് ഏത്? അത് ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഏത് തരത്തിലുള്ള ടെസ്റ്റ് ആണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ, അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണോ, ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ വരുന്നതാണോ, പേഴ്സണാലിറ്റി ടെസ്റ്റിൽ വരുന്നതാണോ? അങ്ങനെയും ചോദിക്കാം. അപ്പൊ 4 ടെസ്റ്റുകളും ആദ്യം മനസ്സിലാക്കുക. അതിന്റെ സബായിട്ട് നോക്കിയേ, ഒന്നാമത്തെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്താ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എന്താ? ആപ്റ്റിറ്റ്യൂഡ് എന്താ? ആപ്റ്റിറ്റ്യൂഡ് അതിനോടൊരു അഭിരുചി. നിങ്ങൾക്കുണ്ടോ എന്തെങ്കിലും പ്രത്യേകമായിട്ടൊക്കെ? ചിലർക്ക് പെയിന്റിങ് ചെയ്യാനായിട്ട് നല്ലൊരു താല്പര്യം ഉണ്ടാവാം, അവർക്ക് അതിൻ്റെതായ കഴിവുകൾ ഉണ്ടാവാം, അല്ലെ? ഒരു അഭിരുചിയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. APTITUDE, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു അഭിരുചി പരിശോധനയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇത് പറയാണ്, നമ്മൾ ഒരു പ്രത്യേക ഒരു മേഖലയില് ഒരു വ്യക്തിയുടെ സ്വാഭാവികമായിട്ടുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുള്ളതാണ്. നമ്മൾ ജനിക്കുമ്പോ തന്നെ നമുക്കൊരു എന്തിനോടെങ്കിലും ഒരു അഭിരുചി ഉണ്ടാവും, അല്ലെ? ഒരു പ്രത്യേക മേഖലയില് ഒരു വ്യക്തിയുടെ സ്വാഭാവിക കഴിവ് അല്ലെങ്കിൽ ശേഷി അളക്കുന്ന ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു വ്യക്തിക്ക് നമ്മൾ മാത്തമാറ്റിക്സിലുള്ള ഒരു കഴിവ് അത് അളക്കാനായിട്ട് അതിന്റെ ഒരു മാത്തമാറ്റിക്സിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിന് അവൻ ഓക്കെ ആണെങ്കിൽ എന്താണ്, ആ കാൻഡിഡേറ്റ്സിനെ നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റാം? എങ്ങോട്ടേക്കാക്കാം? അല്ലെ? മാത്തമാറ്റിക്സ് പരമായിട്ടുള്ള ഗണിത സംബന്ധമായിട്ടുള്ള ജോലിക്ക് അനുയോജ്യനാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ, അതിൽ അവന് അഭിരുചിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവന്റെ അഭിരുചിക്ക് അനുസരിച്ച് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് അവരെ കറക്റ്റ് ഇതിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റൂലേ? അല്ലെ? ഇപ്പൊ എനിക്ക് മാത്സ് ഒന്നും അറിയാൻ പാടില്ല, എനിക്ക് എന്നെ എന്നിട്ട് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നോക്കിയേ, അതിനകത്ത് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ അവിടെ പഠിക്കണ്ട്. അപ്പൊ ഒന്നാമത്തെ നോക്കിയ സെന്റൻസ് നോക്കിയേ, ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഡിസൈഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ഗ്രോത്ത് ലെവൽ അച്ചീവ്ഡ് ബൈ ഓൺ സംവാട്ട് സിമിലർ ആൻഡ് ക്ലിയർലി സ്റ്റേറ്റഡ് ക്യാപ്പബിലിറ്റീസ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, നമുക്കൊരു സിമിലർ ആയിട്ടുള്ള സാമാന്യമായിട്ടും വ്യക്തമായും പ്രസ്താവിച്ചിട്ടുള്ള കഴിവുകളുടെ അടിസ്ഥാനത്തില് നമുക്ക് നേടിയ ഗ്രോത്ത് ലെവല് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നമ്മുടെ ആ ഒരു അഭിരുചി പരിശോധന. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. These capabilities may include, ഈ കഴിവുകൾ എന്ന് പറയുന്നത് എന്താണ്? May include presentation of dimensions, അളവുകളുടെ presentation, then numerical ability, numbers ability, or emotional ability. ഈ capabilities may include, capabilities കഴിവുകൾ എന്ന് പറയുന്നത് അതിന് capable ആണോ? അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ presentation of dimensions, then numerical ability or emotional ability. These tests aim at evaluating the capability of an individual or hidden ability to learn what he has
been given to him. ഈ ടെസ്റ്റ് എന്താ ഇവാലുവേറ്റ് ചെയ്യുക? എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നോക്കിയേ? ഇവാലുവേറ്റിംഗ് ദ ക്യാപ്പബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിന്റെ കഴിവാണ് ക്യാപ്പബിലിറ്റി ഓർ ഹിഡൻ എബിലിറ്റി. അവരുടെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന കഴിവുകള് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകള്. Okay, if the provided proper training, then what he has been given to him if provided proper training. നമുക്ക് അവർക്ക് നൽകിയിരിക്കുന്ന, അവർക്ക് പഠിക്കാനുള്ള, അവർക്ക് മറഞ്ഞിരിക്കുന്ന കഴിവ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ്. These tests are categorized as the following. ഈ ടെസ്റ്റുകളെ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ 4 ആക്കി വീണ്ടും തരംതിരിക്കാം. ഇനി നിങ്ങൾക്ക് ഇത് കഴിയുമ്പോഴേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അച്ചീവ്മെന്റ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം അവിടെ പഠിക്കാനുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിരുചി പരിശോധനയാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകള് അതെന്തിനു വേണ്ടിയാ? അതെന്തിനു? ഫ്യൂച്ചറിലേക്ക് വേണ്ടി, അല്ലെ? ഇപ്പൊ എന്റെ അഭിരുചി എന്താണ്? ഇപ്പൊ മാത്സില് എനിക്കത് ഞാൻ ബ്രില്യന്റ് ആണെങ്കിൽ എന്റെ ഫ്യൂച്ചറിലേക്കാ, അങ്ങനെയുള്ള ആളെ ആണെങ്കിൽ ആ പോസ്റ്റിലേക്ക് അവരെ കറക്റ്റ് ആയിട്ട് ഹയർ ചെയ്യാലോ, നിയമിക്കാലോ. അത് ഫ്യൂച്ചറിലേക്ക് ഇതായിട്ടുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, നമ്മുടെ കഴിവുകൾ, അഭിരുചികള്, കാപ്പബിലിറ്റീസ്, അല്ലെ, അതൊക്കെ അളക്കുന്നതാണ്. ഇനി അപ്പൊ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട്, Dash is a test designed for evaluating the growth level achieved by somewhat similar and clearly stated capabilities. ഇനി അടുത്ത എയിം കൂടി അണ്ടർലൈൻ ചെയ്തേ. ദിസ് ടെസ്റ്റ് എയിം അറ്റ് evaluating the ability of an individual or hidden ability. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. അതിനകത്ത് വരുന്നതാണ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ബുദ്ധി പരിശോധനയാണ്, അല്ലെ? ഇന്റലിജൻസ് ഒരു ബുദ്ധി നമ്മൾ അളക്കുന്ന ഒരു ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്. അടുത്തതാണ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അടുത്തതാണ് സൈക്കോമോട്ടോർ ടെസ്റ്റ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. 10ാമത്തെയാണ് ആപ്റ്റിറ്റ്യൂഡ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. These tests are made for the purpose of evaluating various mental tasks like reasoning, comprehension, മനസ്സിലാക്കാനുള്ള ഒരു ഇത്, ആൻഡ് ജഡ്ജ്മെന്റ്, മനസ്സിലാക്കാനുള്ള ശക്തി. Then എന്തിനാണ് നമ്മുടെ മെന്റൽ ടാസ്കുകള്, അതായത് റീസണിങ്, കോംപ്രിഹെൻഷൻ ആൻഡ് ജഡ്ജ്മെന്റ് തുടങ്ങിയ മെന്റൽ ടാസ്കുകളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് ഇന്റലിജൻസ് ടെസ്റ്റ്. നമ്മുടെ ബുദ്ധിശക്തി അത് പരിശോധിക്കുന്നതിന്. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. These tests are made for the purpose of evaluating various mental tasks. അപ്പൊ തന്നെ മെന്റൽ എന്ന് പറയുമ്പോ തന്നെ അറിയാലോ ഏതാ? ഇന്റലിജൻസ് ടെസ്റ്റ്. ടാസ്ക് എന്ന് വരെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. These tests are made for the purpose of evaluating various mental tasks. TASKS, ടാസ്ക് എന്ന് വരെയും അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ അല്ലേ? ഡാഷ് ടെസ്റ്റ് എന്നിട്ട് ചോദിച്ചാലോ എഴുതാലോ. മെന്റൽ ടാസ്ക് എന്ന് പറയുമ്പോ തന്നെ ഏതാ? ഇന്റലിജൻസ് ടെസ്റ്റ്. An intelligence test is designed to provide the basic idea about of individual's mental ability. Underline ചെയ്തേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. Dash test is designed to provide a basic idea about the individual's mental ability. മാനസികപരമായിട്ടുള്ള അവരുടെ മെന്റൽ ആയിട്ടുള്ള കഴിവുകള്, അതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ഈ ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇൻഡിവിജ്വൽസിന്റെ മെന്റൽ എബിലിറ്റി, അതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുക. സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തിടാം. 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടണം.
Then, in simple words, in simple ആയിട്ട് പറയുകയാണെങ്കിൽ, this test evaluate the various human behavior in an effective manner in comparison to any other device. ഏതാണ് ഇത്? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ടെസ്റ്റ് എന്താണ്? വേരിയസ് ഹ്യൂമൻ ബിഹേവിയർ, പലതരത്തിലുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, ഒരു ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഹ്യൂമൻ ബിഹേവിയറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഈ ടെസ്റ്റുകൾ, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Then to any other devices. Then these tests performed professional with a standard way to compare the performance of an individual with another who belong to the same age group. ഇനി ഈ ടെസ്റ്റ് എന്ത് നൽകുന്നു? ഈ ടെസ്റ്റ് പ്രൊഫഷണൽസിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാർഗം എന്തിനു വേണ്ടി? To compare the performance of an individual with another. ഇൻഡിവിജ്വലിനെ മറ്റൊരു ആളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള അവരുടെ പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് അതർ, ആ ഇൻഡിവിജ്വൽസിന്റെ പെർഫോമൻസ് മറ്റാളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് മാർഗം ഈ പ്രൊഫഷണൽസിന് ഈ ഇന്റലിജൻസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു. അതെങ്ങനെ? ബിലോങ് ടു ദ സെയിം ഏജ് ഗ്രൂപ്പ്. സെയിം ഏജ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന പല ഇൻഡിവിജ്വൽസിനെ, അതായത് ഇൻഡിവിജ്വലിനെ മറ്റു ആളുകളുമായിട്ട് അവരുടെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് മാർഗം ഈ ടെസ്റ്റ് പ്രൊഫഷണൽസിന് കൊടുക്കുന്നുണ്ട്. ദീസ് ടെസ്റ്റ് ഗിവ് എ ഫാക്ച്വൽ ഡേറ്റ, വസ്തുതാപരമായിട്ടുള്ള factual data on cultural and biological difference among the people as well. എന്ന് പറഞ്ഞിരിക്കുന്നേ ഇത് ഈ ടെസ്റ്റുകള് കൾച്ചറൽ ആൻഡ് ബയോളജിക്കൽ, ജീവശാസ്ത്രപരവും സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസങ്ങളുടെ ഒരു ഫാക്ച്വൽ, വസ്തുതാപരമായിട്ടുള്ള ഒരു ഡേറ്റ ഈ ടെസ്റ്റ് നമുക്ക് നൽകുന്നു. This test gives factual data on cultural and biological difference among people as well. ആണ് ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയത്. എന്തൊക്കെ അണ്ടർലൈൻ ചെയ്യണം? അതില് ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. These tests are made for the purpose of evaluating various mental tasks. These എന്നുള്ളത് ഡാഷ് ടെസ്റ്റ് എന്ന് ചോദിക്കാം. പിന്നെ അടുത്തത് ഇന്റലിജന്റ് ടെസ്റ്റ് ഈസ് ഡിസൈൻ ടു പ്രൊവൈഡ് എ ബേസിക് ഐഡിയ അബൌട്ട് ദി ഇൻഡിവിജ്വൽസ് മെന്റൽ എബിലിറ്റി. ഇൻഡിവിജ്വലിന്റെ മെന്റൽ എബിലിറ്റിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിയേ, 2 സെന്റൻസ്. പിന്നെ അടുത്തത് this test provide the professionals. ആ ഒരു സെന്റൻസും കൂടി അവിടെ അണ്ടർലൈൻ ചെയ്തു കേട്ടോ. This test provide professionals with a standard way to compare with the performance of individual with another. ഓക്കെ, 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട് ക്ലിയർ ആണോ? ഇന്നെടുത്ത അത്രയും ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് നമ്മൾ പറയണത്. അതില് 5 തരത്തിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്. അതിലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കേട്ടോ, ഇന്റലിജൻസ് ടെസ്റ്റ്. മെന്റൽ എബിലിറ്റി, ഇൻഡിവിജ്വലിന്റെ മെന്റൽ എബിലിറ്റി അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ആ സെന്റൻസ് അതുപോലെ അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഇൻഡിവിജ്വൽസിന്റെ മെന്റൽ എബിലിറ്റി, അതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഡിസൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ് ഇന്റലിജന്റ് ടെസ്റ്റ്. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇത്രയും മറന്നു പോരുത്, ഇത്രയും ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇന്ന് തന്നെ വായിച്ചു വെക്കാം. ഇനി നമ്മൾ അടുത്ത ആഴ്ചയെ കാണുള്ളൂ. ഓക്കെ, അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ഇതൊക്കെ മറന്നു പോരുത്. അതുകൊണ്ട് ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. പിന്നെ എക്സാം ഒക്കെ വായിക്കാൻ എടുത്തപ്പോ ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നി കാണുമല്ലോ ഒരു കാര്യം കൂടി, അതായത് അയ്യോ എനിക്ക് എല്ലാ ദിവസവും വായിക്കായിരുന്നു, മിസ്സാണ് എന്നും വന്ന് പറയണത് ആണെന്ന് വായിക്കണമെന്ന്. ഇപ്പൊ ഒരുമിച്ചെടുത്തപ്പോ ഇതെല്ലാം കൂടി വായിക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കെങ്കിലും തോന്നിയോ? അങ്ങനെ തോന്നിയോ? ഞാൻ നോക്കട്ടെ.
ആർക്കെങ്കിലും തോന്നിയോ അങ്ങനെ? വായിക്കാത്തവരാട്ടോ ഞാൻ പറഞ്ഞത്. വായിക്കാതെ അല്ലേ? അങ്ങനെ തോന്നി, സ്വാഭാവികം, തോന്നാതിരിക്കില്ല. അപ്പൊ അങ്ങനെ തോന്നിയവർക്ക് ഇനി ഒരു ചാൻസ്, അതെ നമ്മളെ എക്സാം കഴിഞ്ഞ അടുത്ത സെക്ഷൻ നമ്മൾ പുതിയത് തുടങ്ങിയതാണ്. ഒരു എക്സാമിന്റെ കഴിഞ്ഞല്ലോ, ഇനി ഇന്ന് മുതല്. അപ്പൊ അങ്ങനെ വായിക്കാത്തവരുണ്ടെങ്കിൽ പേടിക്കണ്ട, ഇന്ന് മുതല് നമുക്കത് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലർക്കെങ്കിലും കാണും പിള്ളേര് പറയാറുണ്ട്, മിസ് എല്ലാ ദിവസവും വായിക്കാൻ പറഞ്ഞെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് വായിച്ചില്ല, പക്ഷെ എക്സാമിന് എടുത്തപ്പോ ഒരുമിച്ച് വന്നപ്പോ ഇതാണ്, അപ്പൊ എനിക്ക് തോന്നി ആദ്യം അന്നന്ന് എടുക്കുന്നത് വായിക്കായിരുന്നു എന്ന്. അങ്ങനെയുള്ളവർക്ക് ഒരു ചാൻസും കൂടിയാണ് എന്താ ഇന്നെടുത്തത്. ഇന്ന് മുതൽ അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം കേട്ടോ. ഇന്നെടുത്തത് ഇന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചു വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആരും വായിക്കണ്ട. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.